എല്ലാവർക്കും മായ 3D ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മായയിൽ ഒരു നട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായി നമുക്ക് ആദ്യമേ ഒരു സിലിണ്ടർ എടുക്കാം. സിലിണ്ടർ എടുത്തതിന് ശേഷം നമ്മൾ സ്കെയിൽ ചെയ്ത് ഇതുപോലെ കൊണ്ടെത്തിക്കണം. ഇതിന് ശേഷം T പ്രസ് ചെയ്ത് ഇതിൻ്റെ സബ് ഡിവിഷൻ ആക്സിസ് നമ്മൾ 20 നിന്ന് 6 മാറ്റണം. ഇനി നമുക്കിതിൻ്റെ ടോപ്പ് ഫേസസിൻ്റെ ആവശ്യമില്ല. സോ നമുക്ക് ടോപ്പ് വ്യൂവിൽ പോയി ഇതിൻ്റെ ടോപ്പ് ഫേസസ് സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ കുറച്ച് സബ് ഡിവിഷൻ ആഡ് ചെയ്യാനുണ്ട്. അതിനായി നമുക്ക് മെഷ് ടൂളിൽ പോയി ഇൻസേർട്ട് എച്ച് ലൂപ്പ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഇനി ഇൻസേർട്ട് എച്ച് ലൂപ്പിൻ്റെ സെറ്റിങ്സിൽ പോയതിന് ശേഷം നമ്മൾ നമ്പർ ഓഫ് എച്ച് ലൂപ്സ് അത് നമ്മൾ ഇവിടെ 4 എന്നുള്ള നമ്പറിലേക്ക് മാറ്റണം. ഇനി നമുക്കിതുപോലെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ വന്നതിന് ശേഷം ഈ ടോപ്പ് വെർട്ടിക്സസ് ഫുള്ളായിട്ടൊന്ന് സെലക്ട് ചെയ്യണം. വെർട്ടിക്സ് മോഡിൽ പോയി ഈ ടോപ്പ് വെർട്ടിക്സ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഈ കോർണർ വെർട്ടിക്സ് മാത്രം നമ്മൾ ഡീസെലക്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ വന്നതിന് ശേഷം W പ്രസ് ചെയ്ത് ഇതുപോലെ ചെറുതായിട്ടും റേസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ സെൻറ്ററിലുള്ള ഈ 2 വെർട്ടിക്സ് ഇതുപോലെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ അപ്പർ സൈഡും സെലക്ട് ആവുന്നതാണ്. അതിനുശേഷം നമ്മൾ വീണ്ടും ചെറുതായിട്ടൊന്ന് ഇതുപോലെ റേസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്കൊരു ആർച്ച് ഷേപ്പിൽ ഇങ്ങനെ കിട്ടും. ഇങ്ങനെ ആർച്ച് ഷേപ്പ് കിട്ടിയതിന് ശേഷം നമ്മൾ എച്ച് മോഡിൽ പോയി ഈ ടോപ്പ് എഡ്ജസ് ഫുള്ളായിട്ട് സെലക്ട് ചെയ്യാം. അതിനുശേഷം 6 പ്രസ് ചെയ്ത് ഉള്ളിലേക്ക് എക്സ്ട്രൂഡ് ചെയ്യണം. അതിനുശേഷം ഈ Y ആക്സിസ് നമ്മൾ ഇതുപോലെ ഒന്ന് സ്കെയിൽ ചെയ്ത് കൊടുക്കണം. ഇനി ഇതുപോലെ സ്കെയിൽ ചെയ്തതിന് ശേഷം നമുക്ക് എഡിറ്റ് മെഷിൽ പോയി സർക്കിളൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ സർക്കിളൈസ് ആയതിനു ശേഷം ഫ്രണ്ട് വ്യൂവിൽ പോയതിന് ശേഷം നമ്മൾ W പ്രസ് ചെയ്ത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് റേസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പ് വ്യൂവിൽ വന്നതിന് ശേഷം നമ്മൾ ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. 6 പ്രസ് ചെയ്ത് നമ്മൾ സെൻറ്ററിൽ നിന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് സ്കെയിൽ ചെയ്ത് കൊടുക്കുക, ഏകദേശം ഇതുപോലെ. അതിനുശേഷം നമുക്ക് വീണ്ടും നമ്മൾ എക്സ്ട്രൂഡ് ചെയ്യണം ഉള്ളിലേക്ക്. അതിനായി ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഇതുപോലെ ഉള്ളിലേക്ക് സ്കെയിൽ ചെയ്താൽ മതി. ഇതുപോലെ സ്കെയിൽ ചെയ്തതിന് ശേഷം നമ്മൾ W പ്രസ് ചെയ്ത് ജസ്റ്റ് ഇതുപോലെ ഉള്ളിലേക്ക് എക്സ്ട്രൂഡ് ചെയ്യുക. കുറച്ച് എക്സ്ട്രൂഡ് ചെയ്തതിന് ശേഷം 6 പ്രസ് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്കെയിൽ ചെയ്യുക, എക്സ്ട്രൂഡ് അല്ല സ്കെയിൽ ചെയ്യുക. അതിനുശേഷം നമ്മൾ വീണ്ടും W പ്രസ് ചെയ്ത് ഇതുപോലെ എക്സ്ട്രൂഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ എക്സ്ട്രൂഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്രിഡിലേക്ക് സ്നാപ്പ് ചെയ്യാനായി ഗ്രിഡ് സ്നാപ്പ് കൊടുത്തതിന് ശേഷം ഈ ഉള്ളിലിരിക്കുന്ന ഈ എഡ്ജസ് നമ്മൾ ഗ്രിഡിലേക്ക് ഇതുപോലെ സ്നാപ്പ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഔട്ടറിലിരിക്കുന്ന ഈ എഡ്ജസും നമ്മൾ ഇതുപോലെ സ്നാപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ എഡ്ജ് മോഡിലേക്ക് പോയി ഈ എഡ്ജസും അതുപോലെ തന്നെ ഈ കോർണറിലുള്ള ഈ എഡ്ജസും ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം Ctrl B കൊടുത്ത് ഇതുപോലെ നമുക്ക് ബെവൽ ചെയ്യാം. അതിനുശേഷം ഈ വെർട്ടിക്സും നമ്മൾ ഇതുപോലെ ഇൻഡിവിജ്വലായിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം Ctrl B കൊടുത്ത് ബെവൽ ചെയ്ത് കൊടുക്കുക. ഇവിടെ സെഗ്മെൻറ്റ്സ് രണ്ടും ഫ്രാക്ഷൻ 0.5 തന്നെ വെച്ചാൽ മതി. ഇനി നമ്മളിത് 3 പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടോപ്പ് ശരിയായി. ഇനി ബോട്ടം, അതിനായിട്ട് നമുക്കിത് മിറർ ചെയ്യാം. അതിനായി നമ്മളിത് സെലക്ട് ചെയ്യണം. അതിനുശേഷം മെനുവിലുള്ള മെഷിൽ പോവുക. അതിനുശേഷം മിററിൻ്റെ ഈ ഒരു ബോക്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഏത് ആക്സിസിലാണോ മിറർ ചെയ്യേണ്ടത് നോക്കണം. Y ആക്സിസിലാണ് നമുക്ക് മിറർ ചെയ്യേണ്ടത്. സോ മിറർ ആക്സിസ് Y കൊടുത്തതിന് ശേഷം അപ്ലൈ കൊടുക്കുക. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഒബ്ജക്റ്റ് കുറച്ച് താഴെയായിട്ടായിരിക്കും. സോ നമുക്ക് ഡ്രാഗ് ചെയ്ത് ഇതുപോലെ ടോപ്പിലേക്ക് മാറ്റാം. സ്നാപ്പ് മോഡ് ഓൺ ആയതുകൊണ്ട് ഗ്രിഡിലേക്ക് സ്നാപ്പ് ആയിക്കോളും. പിന്നെ അതുകൂടാതെ തന്നെ നമ്മളിവിടെ മേർജ് ബോർഡർ വെർട്ടിക്സ് കൊടുത്തതുകൊണ്ട് ഈ ബോർഡറിലുള്ള ഈ വെർട്ടിക്സ് ഓട്ടോമാറ്റിക്കലി മേർജ്ഡ് ആയിക്കോളും. സോ നമ്മൾ വീണ്ടും മേർജ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ഇനി ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റ് മോഡിലേക്ക് പോയി നമുക്കിത് ഉള്ളിലുള്ള ഈ ഒരു ഡീറ്റെയിലിംഗ് കൊടുക്കാം. അതിനായി നമുക്ക് ഉള്ളിലുള്ള ഈ ഫേസസ് ആദ്യമേ ഡിലീറ്റ് ചെയ്യണം. ഇങ്ങനെ ഫേസസ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മെനു ബാറിലുള്ള ക്രിയേറ്റിൽ പോയി പോളിഗൺ പ്രിമിറ്റീവ്സിൽ പോയി നമ്മൾ ഹെലിക്സ് എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യണം. ഇവിടെ നമ്മളിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അതിനായി T പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സബ് ഡിവിഷൻ കോയിൽ അത് നമ്മൾ കുറയ്ക്കണം. അത് പക്ഷേ ഇതിന് എത്രമാത്രം എഡ്ജസ് ഉണ്ടെന്ന് ആദ്യം നോക്കണം. അതായത് ഈ പറയുന്ന ഈ എഡ്ജസിൻ്റെ എണ്ണം എത്ര ഉണ്ടെന്ന് നോക്കിയതിന് ശേഷം
ഇവിടെ ഇപ്പോൾ ഇതിന് 29 എഡ്ജസ് ഉണ്ട്. ഞാൻ നേരത്തെ കൗണ്ട് ചെയ്താൽ വെച്ച്, അതുകൊണ്ട് 29 എഡ്ജസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഹെലിക്സിൻ്റെയും സബ് ഡിവിഷൻ കോയിൽ നമ്മൾ 29 എന്ന് മാറ്റണം. ഇനി നമ്മൾ ടോപ്പ് വ്യൂവിൽ പോവാം. ടോപ്പ് വ്യൂവിൽ പോയതിന് ശേഷം നമ്മുടെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യണം. വിഡ്ത്ത് ഇതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ റേഡിയസ് നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്കിവിടെ 0.01 എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മളിത് ടോപ്പ് വ്യൂവിൽ പോയി വീണ്ടും നമ്മളിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അതായത് നമ്മുടെ കോയിൽസ് നമ്മൾ ഈ എച്ച് ലൂപ്പുമായിട്ട് അഡ്ജസ്റ്റ് ആണ്. സോ കോയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടെ 5.8 ആണ്, ഇതുമായിട്ട് അഡ്ജസ്റ്റ് ആണ്. സോ 5.8 കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ വിഡ്ത്ത് വീണ്ടും നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഹൈറ്റ് ഇതുപോലെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്കിതുപോലെ കുറച്ച് സ്പേസ് വേണം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സ്പേസ് കറക്റ്റായിട്ടുണ്ട്, സോ അതുപോലെ വെക്കാം. അതിനുശേഷം നമ്മൾ ഈ ഫേസസ് ഇതുപോലെ സെലക്ട് ചെയ്യണം, എന്നിട്ട് ഡിലീറ്റ് ചെയ്യണം. അതിനുശേഷം ഈ ഫേസസ് ടോപ്പിലേക്കുള്ള ഫേസ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം, കാരണം നമുക്ക് ആവശ്യമില്ലത്. അതുപോലെ തന്നെ നമുക്ക് താഴെയും ചെയ്യാം. ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ലൂപ്പ് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഇത് ഫുള്ളായിട്ട് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. ഇനി നമുക്കിത് ഒബ്ജക്റ്റ് മോഡിലേക്ക് പോയി ഇതൊന്ന് ഐസൊലേറ്റ് ചെയ്യണം. അതിനുശേഷം ഇതിൻ്റെ ബാക്കിലുള്ള ഈ ഫേസസ് അത് നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് നമുക്കിതുപോലെ സെലക്ട് ചെയ്ത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അതിനുശേഷം ഇത് നമുക്ക് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ എച്ച് മോഡിലേക്ക് പോയി ഈ എഡ്ജ് നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് എഡ്ജസ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ചുമ്മാ നമ്മൾ ഡിലീറ്റ് കൊടുക്കുകയാണെങ്കിൽ, ഇത് സെലക്ട് ചെയ്ത് ചുമ്മാ ഡിലീറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ വെർട്ടിക്സ് പോകാതെ കിടക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ എഡ്ജ് മോഡിലേക്ക് പോയി ഈ എഡ്ജ് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് എഡ്ജ് കൊടുക്കുന്നത്. സോ ആ വെർട്ടിക്സ് ആ കൂടെ തന്നെ പൊക്കോളും. അതിനുശേഷം ഈ ടോപ്പ് വെർട്ടിക്സ് സെലക്ട് ചെയ്യുക, നമ്മൾ W പ്രസ് ചെയ്യുക, ഷിഫ്റ്റ് കൺട്രോൾ കൊടുത്ത് ഇതുപോലെ ഒന്ന് സ്ലൈഡ് ചെയ്ത് കൊടുക്കുക നൈസായിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും കൊടുക്കാം, ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് മുകളിലേക്ക് നൈസായിട്ടൊന്ന് സ്ലൈഡ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ സ്ലൈഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ എഡ്ജും സെലക്ട് ചെയ്യണം. ഈ രണ്ട് എഡ്ജുകൾ സെലക്ട് ചെയ്തതിന് ശേഷം ബ്രിഡ്ജ് കൊടുക്കുക. അതുപോലെ തന്നെ താഴെ ഈ എഡ്ജും സെലക്ട് ചെയ്ത് ബ്രിഡ്ജ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ എഡ്ജിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഈ ലൂപ്പ് ഫുള്ളായിട്ട് സെലക്ട് ചെയ്യും. അതിനുശേഷം ഈ എഡ്ജ് നമുക്ക് ഡീസെലക്ട് ചെയ്യാം, മേളിലുള്ള ഈ എഡ്ജ് നമുക്ക് ഡീസെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ബ്രിഡ്ജ് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഫുള്ളായിട്ട് ബ്രിഡ്ജായി കിട്ടുന്നതാണ്. വീണ്ടും നമ്മൾ വേറൊരു കാര്യം ചെയ്യേണ്ടത്, ഇവിടെ ഈ ഒരു എഡ്ജിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഫുള്ളായിട്ട് എഡ്ജ് ലൂപ്പ് സെലക്ട് ആവുന്നതാണ്. പക്ഷെ നമുക്ക് വേണ്ടാത്ത എഡ്ജ് ലൂപ്പ് ഇതാണ്, അതുകൊണ്ട് ഇത് ഡീസെലക്ട് ചെയ്യാം. അതിനുശേഷം ഇങ്ങനെ ഡീസെലക്ട് ചെയ്യുക. അതിനുശേഷം W പ്രസ് ചെയ്ത് നമ്മൾ ഇതൊന്ന് എക്സ്ട്രൂഡ് ചെയ്യണം. എക്സ്ട്രൂഡ് ചെയ്തതിന് ശേഷം R പ്രസ് ചെയ്ത് നമുക്കിതൊന്ന് സ്കെയിൽ ചെയ്ത് ഇത് ഒരേ ഹൈറ്റിലേക്ക് കൊണ്ടുവരണം. അതുപോലെ തന്നെ നമുക്ക് താഴെയും ചെയ്യണം. ഇത് ഫുള്ളായിട്ട് സെലക്ട് ചെയ്യുക, നമുക്ക് ഇത് ഫുള്ളായിട്ട് ഡീസെലക്ട് ചെയ്യുക, W പ്രസ് ചെയ്ത് ഷിഫ്റ്റ് ഇതുപോലെ ഏത് ആക്സിസിലാണോ നീക്കേണ്ട ആ ആക്സിസിൽ ഇതുപോലെ എക്സ്ട്രൂഡ് ചെയ്യുക. അതിനുശേഷം R പ്രസ് ചെയ്ത് നമ്മൾ Y ആക്സിസിൽ ഇതുപോലെ സ്കെയിൽ ചെയ്തെടുക്കുക. അതിനുശേഷം W പ്രസ് ചെയ്ത് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി നമുക്ക് 3 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് മനസ്സിലാവും, ഇതൊന്ന് നമുക്ക് മേർജ് ചെയ്തെടുക്കണം. ഈ ഡിഫറെൻ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് നമുക്കിത് മേർജ് ചെയ്തെടുക്കാം. സോ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് വെർട്ടെക്സ് മോഡിലേക്ക് പോവുക. അതിനുശേഷം ഈ വെർട്ടെക്സ് സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റ് മെഷിൽ വന്ന് മേർജ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ വെർട്ടെക്സ് മേർജ് ആയി. പക്ഷേ ഇവിടെ നമുക്ക് ഈ രണ്ട് വെർട്ടെക്സ് മേർജ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇവിടെ നമുക്ക് അതിനുള്ള വെർട്ടെക്സ് ഇല്ല. സോ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെർട്ടെക്സ് ക്രിയേറ്റ് ചെയ്യണം. സോ നമുക്ക് മൾട്ടിക്കട്ട് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ഇവിടെ നമുക്ക്
എഡ്ജസ് ഇവിടെ നമുക്ക് വെർട്ടെക്സ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും വെർട്ടെക്സ് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വേറൊരു പ്രശ്നം, ഇവിടെ ഫേസസിൻ്റെ എണ്ണം കൂടുക. സോ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇത് നമുക്ക് മേർജ് ചെയ്യാം. ഇതുപോലെ 2 സൈഡിലെ വെർട്ടെക്സും ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിത് മേർജ് ചെയ്യാം. മേർജ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും മൾട്ടികട്ട് ടൂൾ എടുക്കുക, ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക. അതിനുശേഷം ഇവിടെയും ഇതുപോലെ തന്നെ നമുക്ക് കൊണ്ടുവരിക. അതിനുശേഷം ഇത് രണ്ടും ജോയിൻ ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ കോഡ് ഷേപ്പിൽ കിട്ടുന്നതാണ്. ഇനി നമ്മൾ എഡ്ജ് മോഡിലേക്ക് പോയി ഈ ഒരു എഡ്ജും സെലക്ട് ചെയ്തതിന് ശേഷം ബ്രിഡ്ജ് ചെയ്താൽ ഇതും ബ്രിഡ്ജ് ആവുന്നതാണ്. സോ ഇവിടെ നമുക്ക് കോഡ് ഷേപ്പ് കിട്ടുന്നതാണ്. അതിനുശേഷം ഈ എഡ്ജ് സെലക്ട് ചെയ്തതിന് ശേഷം W പ്രസ് ചെയ്ത് നമുക്ക് ഇതുപോലെ കൺട്രോൾ ഷിഫ്റ്റ് കൊടുത്ത് ഇതുപോലെ സ്ലൈഡ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ ഇങ്ങനെ ഒന്ന് സ്ലൈഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 6 സെലക്ട് ചെയ്ത് നമുക്കിതുപോലെ ഒന്ന് സ്കെയിൽ ചെയ്യാം. ഓക്കെ, ഇതും സെലക്ട് ചെയ്ത് നമുക്കിതുപോലെ സ്കെയിൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മൾ ഇവിടെയും ചെയ്യണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പ് നമ്മുടെ നട്ടിലോട് അറ്റാച്ച് ചെയ്യണം. അതിനായി നമുക്ക് ഒബ്ജക്റ്റ് മോഡിലേക്ക് പോയി ഐസൊലേഷൻ മോഡിൽ നിന്ന് പുറത്തോട്ട് വരാം. ഇനി നമ്മൾ ഈ 2 ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ബൈ ഹിസ്റ്ററി, ഫ്രീസ് ട്രാൻസ്ഫോർമേഷൻ, സെൻറ്റർ പൈവോട്ട് കൊടുക്കുക. അതിനുശേഷം മെഷിൽ പോയി കമ്പൈൻ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യണം. ഇനി നമ്മൾ എഡ്ജ് മോഡിലേക്ക് പോയി ടോപ്പ് എഡ്ജ് സെലക്ട് ചെയ്തതിന് ശേഷം W കൊടുത്ത് ഇതുപോലെ താഴേക്ക് കൊണ്ടുവരണം. അതിനുശേഷം ഈ എഡ്ജും സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ബ്രിഡ്ജ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇങ്ങനെ ഗ്രീൻ വരുമ്പോഴത്തേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. അതിന് മുന്നായി നമുക്ക് ഇതും ഒന്ന് ബ്രിഡ്ജ് ചെയ്യാം. സോ ഇത് സെലക്ട് ചെയ്യുക, നമ്മൾ ബ്രിഡ്ജ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി ഈ ഗ്രീൻ ഇഷ്യൂ വരുമ്പോഴത്തേക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അസൈൻ എക്സിസ്റ്റിംഗ് മെറ്റീരിയലിൽ ലാംബർട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. അത് ഒബ്ജക്റ്റ് മോഡിലേക്ക് പോവുക. അതിനുശേഷം അസൈൻ എക്സിസ്റ്റിംഗ് മെറ്റീരിയൽ ലാംബർട്ട് കൊടുക്കുക. അപ്പോൾ ഗ്രീൻ ഇഷ്യൂവും പോകുന്നതാണ്. ഇനി നമുക്കിത് കുറച്ച് ഷാർപ്പായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എഡ്ജ് മോഡിലേക്ക് പോയി ഈ എഡ്ജസ് കൺട്രോൾ B കൊടുക്കുക, സെഗ്മെൻറ്റ് 2 കൊടുക്കുക. അതിനുശേഷം ഫ്രാക്ഷൻ നമ്മുടെ ഷാർപ്പ്നെസ് അനുസരിച്ച് നമുക്കിവിടെ കൂട്ടാവുന്നതാണ്. ഇങ്ങനെ കൂട്ടുമ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലത്തെ കുറച്ച് ഇഷ്യൂ വരുന്നുണ്ട്. സോ 1ലേക്ക് പോവുക, നമ്മുടെ ഇഷ്യൂ എന്നാന്ന് മനസ്സിലാക്കുക. ഇതിപ്പോൾ എന്നാ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാർഗറ്റ് വെൽ ടൂൾ എടുത്ത് വെർട്ടെക്സ് മോഡിലേക്ക് പോയി ഇതിങ്ങോട്ട് കൊണ്ടുവരിക, ഇതിങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിവിടെ കോഡ് ഷേപ്പ് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ താഴെ കൊടുക്കുക. ഇങ്ങനെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇതുപോലെയുള്ള ഡീറ്റെയിൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്